വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മത്തങ്ങ വെച്ചുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നാളികേരത്തിൻ്റെ ഒരു മുറി നാളികേരം പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒന്നാം പാല് എടുത്തു വച്ചിട്ടുണ്ട്. ആ നാളികേരത്തിൽ വീണ്ടും ഒരു 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ടാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മത്തങ്ങ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിരിക്കുന്നതാണ്. മത്തങ്ങ ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ നമ്മൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും 4-5 ഏലക്കയുമാണ്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 വലിയ ടീസ്പൂൺ പുട്ടുപൊടിയും 6 അച്ച് ശർക്കര ഉരുക്കിയ പാനിയുമാണ്. മത്തങ്ങ നമുക്ക് രണ്ടാം പാലിലേക്കിട്ട് വേവിക്കാനായി അടുപ്പിൽ വയ്ക്കാം. ഒരു മൂടി വെച്ച് പാത്രം അടച്ചു കൊടുക്കാം. നമ്മുടെ രണ്ടാം പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുത്ത് മത്തങ്ങ നന്നായി വേവാനുള്ള സമയം കൂടി അടച്ചു മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ മത്തങ്ങ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. നമ്മളൊരു കയ്യിൽ വെച്ച് അത് നന്നായി ഉടച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മത്തങ്ങ എല്ലാം നന്നായി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് അതിൽ കിടന്നോട്ടെ. ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും മിസ്സായി പോയതാണ്. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പൊടി നന്നായി ആ വെള്ളത്തിൽ യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മത്തങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. നന്നായി ഒന്ന് തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും തിളപ്പിക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്ത ആ സമയത്താണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് നെയ്യ് ഒഴിച്ച് വറുത്തെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏതാണ്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക.